തൈറോയിഡ് ഉണ്ടോ? വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നോക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന 5 വലിയ തെറ്റുകൾ. മിസ്റ്റേക്ക് നമ്പർ 1, ക്രാഷ് ഡയറ്റുകളും ഹെവി വർക്കൗട്ടുകളും. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രാഷ് ഡയറ്റുകളും ഹെവി വർക്കൗട്ടുകളും നിങ്ങളുടെ മെറ്റബോളിസം കൂടുതൽ ഡൗൺ ആക്കും. മിസ്റ്റേക്ക് നമ്പർ 2, ഡോക്ടർ പറയാതെ മരുന്ന് നിർത്തുന്നത്. ലക്ഷണങ്ങൾ കുറയുമ്പോൾ ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് നിർത്തിയാൽ തൈറോയ്ഡ് ലെവൽ വീണ്ടും കൂടി നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ കൂടുതൽ മോശമാകും. മിസ്റ്റേക്ക് നമ്പർ 3, മരുന്ന് കഴിച്ചയുടൻ ചായയോ കാപ്പിയോ കുടിക്കുന്നത്. ചായയിലെയും കാപ്പിയിലെയും കഫീൻ തൈറോയ്ഡ് മരുന്നിന്റെ അബ്സോർപ്ഷൻ തടയും. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഒരു 1 hour എങ്കിലും കഴിഞ്ഞ് ഇവ കുടിക്കാവൂ. മിസ്റ്റേക്ക് നമ്പർ 4, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ശ്രദ്ധിക്കാതിരിക്കുന്നു. ബോഡിയിൽ വൈറ്റമിൻ ഡി, B12, അയൺ, സിങ്ക് എന്നിവ കുറയുന്നത് തൈറോയ്ഡ് ലക്ഷണങ്ങൾ കൂട്ടാനും മെറ്റബോളിസം വീണ്ടും കുറയ്ക്കാനും കാരണമാകും. മിസ്റ്റേക്ക് നമ്പർ 5, ബ്ലഡ് ടെസ്റ്റുകൾ കൃത്യമായി ചെയ്യാതിരിക്കുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ലെവലുകൾ ബോഡിയിൽ എപ്പോഴും മാറാറുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ഓർക്കുക, തൈറോയ്ഡ് വന്നെന്ന് കരുതി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായൊരു ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനും മരുന്നുകളുടെ അളവ് കുറച്ചുകൊണ്ടുവരാനും റിവേഴ്സ് ചെയ്യാനും നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൈറോയ്ഡ് ഡയറ്റ് പ്ലാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ ഇൻഫർമേഷനായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്.